ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവം ഇന്ന് വിചിന്തനം നടത്താം. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവനാണ് നിത്യജീവൻ ഉണ്ടായിരിക്കുക എന്ന സന്ദേശം നമ്മോട് പറയുകയാണ്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ഉണ്ടാവുക. ജീവന്റെ അപ്പം ഞാനാണ് എന്ന് ഈശോ പറയുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കണം. വിശുദ്ധ കുർബാന കൗദാശികമായി നാം സ്വീകരിക്കുകയും വേണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പള്ളിയിൽ പോകാറുണ്ട്, പക്ഷേ എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കാറില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പാപാവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. നമ്മുടെ പാപാവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് എപ്പോഴും വിശുദ്ധ ബലി അർപ്പണത്തിന് വരുമ്പോൾ വിശുദ്ധമായ ഒരു ഹൃദയത്തോടുകൂടി എന്തുകൊണ്ട് വരുവാൻ നമുക്ക് സാധിക്കുന്നില്ല? ഒരുങ്ങുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മളൊരു വിവാഹത്തിന് പോവുകയാണെങ്കിൽ, ഒരു പൊതു ചടങ്ങിന് പോവുകയാണ് എങ്കിൽ ആ ചടങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, അവിടുത്തെ ചടങ്ങിൽ പങ്കുചേരുന്നു, അവിടുത്തെ സ്നേഹവിരുന്നുണ്ടെങ്കിൽ അതിലും പങ്കുചേർന്നിട്ടാണ് പോരുന്നത്. പക്ഷേ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുമ്പോൾ മാത്രം ക്രിസ്തു തരുന്ന സ്നേഹവിരുന്നായ അവൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകാതെ പോരുന്നു. ഒത്തിരി ആൾക്കാർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും അതിൽ നല്ലൊരു ഭൂരിപക്ഷം ആളുകളും പലപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷേ ഇതാണ്, അയോഗ്യതയോടുകൂടി സ്വീകരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നതാണ്. നമ്മളുടെ ജീവിതത്തിലെ തിന്മകളെ, തെറ്റുകളെ, പാപങ്ങളെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. എന്തുകൊണ്ട് ഞാൻ പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നു? പലപ്പോഴും അത് തിരുത്താതെ ഞാൻ എന്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു? എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ പള്ളിയിൽ വരുമ്പോൾ, ദേവാലയത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ട് എനിക്ക് വരുവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ, ഞാനായിരിക്കുന്ന മേഖലകളിലൂടെയൊക്കെ ഞാൻ ജീവിതം നയിക്കുമ്പോൾ എന്തുകൊണ്ട് പാപത്തിൽ ജീവിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു? എന്തുകൊണ്ട് ഞാൻ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യപ്രസക്തമായ ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കണം. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ നാം വായിക്കുന്നത് അത് വിശുദ്ധരുടെ സമൂഹമായിരുന്നു എന്നാണ്. ഇന്ന് വിശുദ്ധരുടെ സമൂഹമായിട്ട് തന്നെയാണ് സഭയിൽ ഓരോ വിശ്വാസിയെയും പരിഗണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ പിടിമുറുക്കുമ്പോൾ വിശുദ്ധരുടെ ഗണത്തിൽ നിന്ന് നാം സ്വയമേവ മാറിപ്പോവുകയല്ലേ ചെയ്യുക? ഒരു വിശുദ്ധരുടെ സമൂഹമായി സഭയിൽ ജീവിക്കുവാൻ ഞാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് എൻ്റെ സഭയിൽ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കാതെ വരുന്നത്. എന്ന് വെച്ച് എല്ലാവരും മോശക്കാരാണെന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പാപകരമായ സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കുവാൻ ഇടവരുന്നത് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് പാപമില്ലാതെ ജീവിക്കുവാൻ ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ, ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ എന്തു മനോഹരമാകും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്ന് ചിന്തിക്കുക. വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നന്മ പ്രവർത്തിച്ചുകൊണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ സാധിച്ചാൽ ഈ ഭൂമി സ്വർഗമായിട്ട് മാറുകയില്ലേ? ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുകയില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറാം. ഓരോ ബലിയർപ്പണ വേളയിൽ ഞാൻ പള്ളിയിൽ വരുമ്പോഴും
വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി വരുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം വഴിയുള്ള വിശുദ്ധമായൊരു ജീവിതം നമുക്ക് ജീവിച്ച് കാണിക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സ്വർഗത്തിന് സമാനമാവട്ടെ. നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വലിയ അനുഭവം വന്നു നിറയട്ടെ. സന്തോഷവും സമാധാനവും ദൈവകൃപയും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, പാപം ചെയ്യാതെ ജീവിക്കുവാൻ പഠിപ്പിക്കണമേ. വിശുദ്ധ ബലിയർപ്പണ വേളകളിൽ അണയുമ്പോൾ ഈശോയെ അങ്ങയെ സ്വീകരിക്കുവാൻ തക്ക ഒരുക്കത്തോടുകൂടി ജീവിച്ചുകൊണ്ട് അങ്ങയെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു കറയില്ലാത്ത മനസാക്ഷിയോടുകൂടി ബലിവേദിയെ സമീപിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ജീവിക്കുന്ന സമൂഹത്തെയും ഈശോയെ വിശുദ്ധരുടെ സമൂഹമാക്കി ഉയർത്തണമേ. ആമേൻ.